ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. ബിയോണ്ട് 1000 എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിലെ പേജ് നമ്പർ 26 വരെ പാർട്ട് 1 ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 4 മാത്സ് എന്ന് നോക്കിയാൽ ഈ വീഡിയോ കാണാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ പേജ് നമ്പർ 27 മുതലാണ് എടുക്കേണ്ടത്. കോമ്പിനേഷൻ വിത്ത് 1000ുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളാണ് താഴെ നൽകിയിട്ടുള്ളത്. 1000 പ്ലസ് 100 എത്രയാണ്? 1000 പ്ലസ് 100. 1000ഉം 100ഉം നമുക്കൊന്ന് ഇവിടെ കൂട്ടി നോക്കാം. ആദ്യം 1000 എന്ന് എഴുതുക, താഴെ 100 എന്ന് എഴുതുക. ഓക്കെ, 0 പ്ലസ് 0 0 ആണ്. 0 പ്ലസ് 0 0. 0 പ്ലസ് 1 1 ആണ്. 1 താഴേക്ക് ഇറക്കി എഴുതുക. 1000 ആൻഡ് 100 ആണ്. അതാണ് അവിടെ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പിങ്ക് കോളത്തിൽ 1000 പ്ലസ് 10 ആണ്. 1000നോട് 10 കൂട്ടിയാൽ എത്രയാണ്? 1000 ആൻഡ് 10 ആണ്. ഇതേപോലെ താഴത്തെ കോളം നമ്മളോട് ഫില്ലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിത് ഫില്ലാക്കാം. ആദ്യം നൽകിയത് 2000 പ്ലസ് 200 എന്നാണ്. ഇതിനെ നമുക്ക് സെക്കൻഡ് കോളത്തിലേക്ക് എഴുതി കൊടുക്കണം. മുകളിൽ നിങ്ങൾ 2000 എന്ന് എഴുതി കൊടുക്കുക. 1000ന് 3 zeros ആണ് വേണ്ടത്. 2 കഴിഞ്ഞിട്ട് 3 zeros ഇട്ട് കൊടുക്കുക. പിന്നെ 200 ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സും ഇവിടേക്ക് അതേപോലെ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഇത് രണ്ടും കൂട്ടണം. കൂട്ടിയിട്ടുള്ള ആൻസർ ആണ് ഇവിടേക്ക് എഴുതി കൊടുക്കേണ്ടത്. 0 പ്ലസ് 0 0 ആണ്. പിന്നെയും 0 ആണ്. പിന്നെ 0 പ്ലസ് 2 ആണ്. 2 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 2200 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. അതിവിടെ സ്പെല്ലിങ്ങിലേക്കാക്കി എഴുതണം. 2200 എന്നാണ് എഴുതേണ്ടത്. 2200. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ ഫസ്റ്റ് കോളം നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. സിമ്പിളാണ് ഇത് എഴുതാൻ. ഇനി സെക്കൻഡ് ആയിട്ട് തന്നിട്ടുള്ളത് 3000ഉം 40യുമാണ്. ഓക്കെ, 3000ഉം 40യും നേരെയുള്ള കോളത്തിലേക്ക് മുകളിൽ 3000 എന്നും താഴെ 40 എന്നും എഴുതി കൊടുക്കുക. ഇത് നമുക്ക് കൂട്ടണം. കൂട്ടിയിട്ടുള്ള ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. 0 പ്ലസ് 0 0 ആണ്. 0 പ്ലസ് 4 4 ആണ്. 0 പിന്നെ എഴുതുക, പിന്നെ 3040 എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ സ്പെല്ലിങ്ങിലായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് 3040 എന്നാണ്. 3040 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തേത് നോക്കാം. നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് 3000ഉം 5ഉമാണ്. 3000 പ്ലസ് 5 എന്നാണ്. ഇതേ നമ്പേഴ്സ് സെക്കൻഡ് കോളത്തിലേക്ക് നിങ്ങൾ എഴുതി കൊടുക്കുക. 3000 താഴെ 5. ഇനി ഇത് നോക്കിയിട്ടാണ് നിങ്ങൾ അവിടേക്ക് ആൻസർ എഴുതേണ്ടത്. 0 പ്ലസ് 5 എത്രയാണ്? 5 ആണ്. പിന്നെ അതിൻ്റെ താഴെ ഒന്നും വേറെ നമ്പേഴ്സ് വരുന്നില്ല. സോ നിങ്ങൾക്ക് അതേപോലെ 0 0 3 എന്ന് എഴുതി കൊടുക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് 3005 എന്നാണ്. നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് 3005 എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ബ്ലൂ കളർ ബോക്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ യെല്ലോ ബോക്സ് ആണ്. ഇവിടെ നോക്കിക്കേ, 3 നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. മുകളിലൊക്കെ നമ്മൾ 2 നമ്പേഴ്സ് തമ്മിലാണ് കൂട്ടിയത്. ഇവിടെ 3 നമ്പേഴ്സ് ആണ് കൂട്ടേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ളത് 1000, 100ഉം 30 ആണ്. ഈ 3 നമ്പേഴ്സും സൈഡിലേക്ക് എഴുതി കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് 1000, അതിൻ്റെ താഴെയായിട്ട് 300, പിന്നെ 30 എന്ന് എഴുതി കൊടുക്കുക. ഇത് കൂട്ടിയിട്ടുള്ള ആൻസർ ആണ് അവിടെ തേർഡ് കോളത്തിലേക്ക് എഴുതേണ്ടത്. 0 പ്ലസ് 0 പ്ലസ് 0 0 ആണ്. അവിടെ 0 എന്ന് എഴുതുക. പിന്നെ 0 പ്ലസ് 0 പ്ലസ് 3 എത്രയാണ്? 3 ആണ് അല്ലേ? ഇനി അടുത്തത് 3 എന്ന് എഴുതുക. പിന്നെ 0 പ്ലസ് 3 3 ആണ്. പിന്നെ 1ൻ്റെ താഴെ ആരുമില്ല. സോ 1 അതേപോലെ എഴുതുക. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 1330 എന്നാണ്. അത് അവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് 3 നമ്പേഴ്സ് 5000ഉം 30യും 3യുമാണ്. ഇത് സെക്കൻഡ് കോളത്തിലേക്ക് അതേപോലെ എഴുതി കൊടുക്കുക. ആദ്യം 5000, പിന്നെ അതിൻ്റെ താഴെയായിട്ട് 30, അതിൻ്റെ താഴെയായിട്ട് 3 എന്ന രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ഇത് കൂട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ നെക്സ്റ്റ് കോളത്തിലേക്കാക്കി എഴുതേണ്ടത്. 0 പ്ലസ് 0 പ്ലസ് 3 എത്രയാണ്? 3 ആണ്. അടുത്ത 0യും 3യുമാണ് നിങ്ങൾ കൂട്ടേണ്ടത്. അത് എത്രയാണ്? 0 പ്ലസ് 3 3 തന്നെയാണ്. ഇനി അടുത്തത് 0ൻ്റെ താഴെ ആരുമില്ല. സോ 0 അതേപോലെ എഴുതുക. നെക്സ്റ്റ് 5ൻ്റെ താഴെയും ആരുമില്ല. സോ 5ഉം അതേപോലെ എഴുതുക.
നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 5033 എന്നാണ്. അതാണ് നിങ്ങൾ അവിടെ ലാസ്റ്റ് കോളത്തിലേക്ക് സ്പെല്ലിങ്ങിലായിട്ട് എഴുതി കൊടുക്കേണ്ടത്. 5033 എന്നാണ്. സോ അവിടെ സ്പെല്ലിങ്ങിൽ 5033 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത് 8303 എന്നാണ്. അത് ഇതേ ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ആദ്യം 8000, അതിൻ്റെ താഴെയായിട്ട് 300, അതിൻ്റെ താഴെയായിട്ട് 3. ഇനി ഇത് കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സമ്മാണ് ഇവിടെ നെക്സ്റ്റ് കോളത്തിലേക്ക് എഴുതേണ്ടത്. നിങ്ങളിവിടെ ആദ്യത്തെ നമ്പേഴ്സ് നോക്കുക. 003 എത്രയാണ്? 0 + 0 + 3 3 ആണ് അല്ലേ? ആദ്യം നിങ്ങൾ അവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് വരുന്നത് 0യും 0യുമാണ്. 0 + 0 0 തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് 0യും 3യുമാണ്. 0 + 3 3 ആണ്. നെക്സ്റ്റ് 8ൻ്റെ താഴെ ആരുമില്ല, അതുകൊണ്ട് 8 അതേപോലെ എഴുതുക. 8303 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് സ്പെല്ലിങ്ങിലായിട്ടാണ് നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ കോളത്തിലേക്ക് എഴുതേണ്ടത്. 8303 എന്നാണ് വരുന്നത്. 303 എന്ന്. ഓക്കെ, യെല്ലോ ബോക്സിലുള്ളത് ഫിനിഷ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ്. ഇവിടെ 4 നമ്പേഴ്സ് വരുന്നുണ്ട്. തൊട്ട് മുകളിൽ 3 നമ്പേഴ്സ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ 4 നമ്പേഴ്സ് ആണ്. 6000 ഉണ്ട്, 700 ഉണ്ട്. ഇതേ ഓർഡറിലേക്ക് നെക്സ്റ്റ് കോളത്തിലേക്ക് എഴുതുക. 6000 ആദ്യം എഴുതുക, 700 എഴുതുക, 40 എഴുതുക, 8 എഴുതുക. നമുക്ക് ഇനി ഇത് കൂട്ടി നോക്കാം. 0 + 0 + 0 + 8 ഇവരെയാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. എത്രയാണ് കൂട്ടിയാൽ? 8 ആണ്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ വൺസിൻ്റെ പ്ലേസിൽ 8 എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് 0 + 0 + 4 ആണ് നോക്കേണ്ടത്. എത്രയാണ് വരുന്നത്? 4 ആണ്. അടുത്തത് 0 + 7 ആണ്. 7 ആണ് വരുന്നത്. അടുത്തത് 6 ഇങ്ങോട്ട് എഴുതുക. 6748 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. 6748. ഓക്കെ, ഈ ടേബിൾ നമ്മളിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200? 1000 മുതൽ 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. സിമ്പിൾ അല്ലേ? 1000 മുതൽ 1200 ആവാൻ എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ സിമ്പിളായിട്ട് 1200-ൽ നിന്ന് 1000 കുറച്ചിട്ട് 1 കൂട്ടിയാൽ മതി. നമുക്ക് 1200-ൽ നിന്ന് 1000 കുറച്ചാൽ 200 ആണ്. 200-നോട് 1 കൂട്ടിയാൽ 201 ആണ്. 201 ആണ്. 201 ആണ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പേഴ്സും വേർഡ്സിലാക്കി എഴുതാനാണ്. അതായത് അവിടെ ആദ്യം നിങ്ങൾക്കൊരു നമ്പർ നൽകിയിട്ടുണ്ട്. 5250 എന്നാണ്. ഇവിടെ നമ്മൾ പ്ലേസ് വാല്യൂ അടയാളപ്പെടുത്തി നോക്കുമ്പോൾ, അതായത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000 എന്നിങ്ങനെ അടയാളപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് 5ൻ്റെ മുകളിലായിട്ട് 1000 ആണ് കാണുന്നത്. സോ നമ്മൾ ഇത് വായിക്കുക. 5250 എന്നാണ്. അടുത്തത് നിങ്ങൾക്ക് അവിടെ വേർഡ്സിൽ നൽകിയിട്ടുണ്ട് 7707 എന്നാണ്. അടുത്തത് നിങ്ങൾക്ക് അവിടെ 9018 എന്ന് നൽകിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വേർഡ്സിൽ എഴുതുക? 9018 എന്നാണ്. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് അവിടെ 9009 എന്ന് നൽകിയിട്ടുണ്ട്. 9009 എന്നാണ് ഇത് എഴുതുക. അടുത്തത് നമ്പർ കാർഡ്സ്. സീ ദി നമ്പർ കാർഡ്സ്, റൈറ്റ് ദി 4-digit numbers that can be made with them. ഇവിടെ നിങ്ങൾക്ക് നമ്പർ കാർഡ് നൽകിയിട്ടുണ്ട്. 3581 എന്നാണ്. ഇതുകൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള 4-digit നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇവിടെ ചെറുതിൽ നിന്ന് തുടങ്ങാം. അതായത് 1 വെച്ചിട്ട്, ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ 1 അല്ലേ, 1 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് എഴുതി നോക്കാം. ആദ്യം 1 3 5
8 എന്ന് എഴുതാം. ചെറിയ ഓർഡറിൽ, ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള. നമുക്ക് 1 3 8 5 1 5 3 8 1 5 8 3 പിന്നെ 1 8 3 5 1 8 5 3. 3 വെച്ചിട്ട് തുടങ്ങുന്നത് എഴുതാം. 3158 3185 3518 3581 3815 3851. ഇനി 5 സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് 5138 5183 5318 5381 5813 5831. ലാസ്റ്റ് നമുക്ക് 8 തുടങ്ങുന്നത് എഴുതാം. 8135 8153 8315 8351 8513 8531. നെക്സ്റ്റ് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? ഇവിടെ 5 കൊണ്ട് തുടങ്ങുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? കൊണ്ട് തുടങ്ങുന്നത് എണ്ണി നോക്കിക്കേ, 6 എണ്ണമാണല്ലേ വരുന്നത്. സോ നിങ്ങൾ അവിടെ 6 എന്ന് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദി ടെൻസ് പ്ലേസ്? ടെൻസ് പ്ലേസിൽ 8 ഉള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? ടെൻസ് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? വലുതിൽ നിന്ന് ഇടത്തോടെ നോക്കുമ്പോൾ രണ്ടാമതാണ് അല്ലേ. സോ അവിടെ എണ്ണി നോക്കാം. ആദ്യത്തെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ 8 ടെൻസിൻ്റെ പ്ലേസിലാണ്. സോ 1 പിന്നെ 2 3 4 5 6 എണ്ണമാണ് വരുന്നത്. സോ ആൻസർ 6 എന്നാണ്. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദി സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് നിങ്ങളോട് ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ചെറുതിൽ നിന്ന് തുടങ്ങി. നമ്മൾ ഓൾറെഡി ഈ നമ്പേഴ്സ് ഓർഡറിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സോ ഇതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. റീഡിങ് ദി നമ്പർ. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. സ്പീഡിയുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മണ്ണ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നമ്പർ നൗ സീൻ, അവിടെ 9 മാത്രമാണ് അവിടെ കാണുന്നത്. വെൻ ക്ലീൻഡ് എ ബിറ്റ്, കുറച്ചും കൂടി അത് ക്ലീൻ ആക്കിയപ്പോൾ, വൃത്തിയാക്കിയപ്പോൾ അവിടെ 2 9 കാണാം. ആഫ്റ്റർ ക്ലീനിങ് സം മോർ, കുറച്ചുകൂടി അത് ക്ലീൻ ആക്കിയപ്പോൾ അവിടെ നിങ്ങൾക്ക് 3 9 കാണാം. വെൻ ഓൾമോസ്റ്റ് ക്ലീൻഡ്, എല്ലാം വൃത്തിയാക്കിയപ്പോൾ നിങ്ങൾക്ക് അവിടെ 4 9s കാണാം. സോ നമ്പർ പ്ലേറ്റ് വരുന്നത് 9999 എന്നാണ്. സൈഡിൽ നിങ്ങൾക്കൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. 9 + 1 എത്രയാണ്? 9 + 1 ഈസ് ഈക്വൽ ടു 10 ആണ്. നെക്സ്റ്റ് 99 + 1 എത്രയാണ്? 100 ആണ്. അടുത്തത് 999നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 1000 ആണ്. നെക്സ്റ്റ് 9999 + 1 10,000 ആണ്. നെക്സ്റ്റ് പേജ് മഡ് റേസ്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ ഒരു റേസ് കളിക്കാനാണ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100 200 300 600. സോ നിങ്ങളോട് ഒരു ഡൈസ് എടുക്കാനാണ്. 100 200 300 400 500 600 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഡൈസ് എടുക്കുക. മൂവ് ദി കാർ ടു ദി നമ്പർ ത്രോൺ. ഡൈസ് എറിയുമ്പോൾ എത്രയാണോ നമ്പർ വീഴുന്നത് ആ ഒരു നമ്പറിലേക്ക് ഇങ്ങനെ കാറ് നീക്കി കൊടുക്കുക. ഇഫ് യു ലാൻഡ് ഓൺ എ ബ്രിഡ്ജ് യു ക്യാൻ മൂവ് അക്രോസ് ടു ഗോ ഫോർവേഡ്. നിങ്ങൾക്ക് ഗെയിംസ് ആയിട്ട് ബ്രിഡ്ജ്, പാലമൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെ പാലത്തിൽ, ബ്രിഡ്ജിലാണ് നിങ്ങളുടെ കോയിൻ വരുന്നതെങ്കിൽ, നിങ്ങളുടെ കാറ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് നീക്കാൻ പറ്റുന്നതാണ്. ഇഫ് യു ലാൻഡ് ഓൺ എ പിറ്റ്, നിങ്ങളൊരു കുയിലാണ് വീണതെങ്കിൽ യു സ്ലൈഡ് ബാക്ക്വേർഡ്, നിങ്ങൾ ബാക്കോട്ട് വരും. നമ്മൾ ഈ ഒരു പാമ്പും കോണിയൊക്കെ നമ്മൾ കളിക്കാറില്ലേ, അതേപോലെ ഇവിടെ പാമ്പിന് പകരം എന്താണ്? കുയ്യാണ് നൽകിയിട്ടുള്ളത്. കോണിക്ക് പകരം, കോണിയിലാണ് നമ്മുടെ കോയിൻ വീഴുന്നതെങ്കിൽ നമ്മൾ മുകളിലോട്ടല്ലേ പോവുക. ഇവിടെ കോണിക്ക് പകരം ബ്രിഡ്ജ്, പാലമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗെയിം നിങ്ങളുടെ ഫ്രണ്ട്സും ഒത്ത് കളിക്കുക. നെക്സ്റ്റ് പേജിൽ ഗിഫ്റ്റ്. ടോട്ടോ വോൺ ദ റേസ്. ടോട്ടോയാണ് റേസിൽ ജയിച്ചിട്ടുള്ളത്. ഗോട്ട് എ ട്രോഫി ആൻഡ് എ ക്യാഷ് പ്രൈസ്. ടോട്ടോയ്ക്ക് ഒരു ട്രോഫിയും ക്യാഷ് പ്രൈസും ലഭിച്ചു. ദി മണി വാസ് ഗിവൺ ആസ് എ ചെക്ക്. പൈസ ഒരു ചെക്കായിട്ടാണ് നൽകിയിട്ടുള്ളത്. റൈറ്റ് ദി എമൗണ്ട് ഇൻ ദി ചെക്ക് ഇൻ നമ്പേഴ്സ്. ചെക്കിലുള്ള എമൗണ്ട് നമ്പേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്രയാണ്? 90,999 ഓൺലി എന്ന് നൽകിയിട്ടുണ്ട്. ഇത് നമ്പേഴ്സിൽ എഴുതാം. 9,999 ഇങ്ങനെയാണ് എഴുതുക. ഡിസ്റ്റൻസ് ട്രാവൽഡ്, യാത്ര ചെയ്തിട്ടുള്ള ദൂരം. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗീവൺ ബിലോ. ഓരോ കാറും സഞ്ചരിച്ച ദൂരം താഴെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ നമ്പേഴ്സ് ആണ്. രണ്ടാമത് കാറിൻ്റെ പേര് നൽകിയിട്ടുണ്ട്, മിക്കി.
അതിൻ്റെ നേരെയായിട്ട് മിക്കി സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സിൽ നൽകിയിട്ടുണ്ട്. മിക്കി 8546 ആണ്, ബോണി 7982 ആണ്, സ്പീഡി 6375 ആണ്, ഫ്രെഡി 5114, ഫ്ലോറ 6735, ടോട്ടോ 8564. Tabulate the cars according to the distance they have travelled, with the car which travelled the most at the beginning and the car which travelled at the least at the end. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഓർഡറിൽ എഴുതാനാണ്. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് മുതൽ തുടങ്ങിയിട്ട് ഏറ്റവും കുറവ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിൽ എഴുതാനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് ആരാണ്? 8 വെച്ച് തുടങ്ങുന്ന രണ്ടാളുണ്ട്, മിക്കിയുണ്ട് ടോട്ടോയുണ്ട്. ഇവിടെ മിക്കിയുടേത് 8546 ആണ്, ടോട്ടോയുടേത് 8564 ആണ്. കൂടുതൽ ആരാണ്? ടോട്ടോയാണ്. ആദ്യം വരുന്നത് ടോട്ടോയാണ്, ഇനി അടുത്തത് വരുന്നത് മിക്കിയാണ്. ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഈ നമ്പേഴ്സിലും ഇൻ വേർഡ്സിലും കിലോമീറ്റേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ടോട്ടോ ആണ് എഴുതിയത്. ടോട്ടോയുടെ ഡിസ്റ്റൻസ് മുകളിലുള്ള ടേബിളിൽ നോക്കി എഴുതുക. 8564 ആണ്. ടോട്ടോയാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. ഇത് വേർഡ്സിലാക്കി എഴുതണം, 8564 എന്ന്. നെക്സ്റ്റ് മിക്കിയാണ്. മിക്കിയുടെ ദൂരം 8546 ആണ്, വേർഡ്സിലാക്കി എഴുതണം. അടുത്തത് ഫ്ലോറ 6735 ആണ്. നെക്സ്റ്റ് സ്പീഡിയാണ് വരുന്നത്, 6375. നെക്സ്റ്റ് ബോണി 7982. നെക്സ്റ്റ് ഫ്രെഡി 5114 ആണ് വരുന്നത്. നെക്സ്റ്റ് പേജിൽ ബഗ്ഗി കാസ് നമ്പർ. Take one bead from the 1000 place in the abacus and put in the ones place. What is the number now? ബുക്കിൽ നിങ്ങൾക്ക് താഴെ ഒരു അബാക്കസിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. 1s, 10s, 100, 1000s എന്ന പ്ലേസ് വാല്യൂ നൽകിയിട്ടുണ്ട്. അവിടെ 1000ൻ്റെ പ്ലേസിൽ 5 ബീഡ്സ് ആണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 5000 ആണ്. നിങ്ങളോട് പറയാണ് ഇവിടെ 1000ലുള്ള ഒരു മുത്തെടുത്ത് 1സിൻ്റെ പ്ലേസിലേക്ക് ഇടുക എന്നതാണ്. അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ 4 ബീഡ്സും ആവും, 1സിൻ്റെ പ്ലേസിൽ 1 ബീഡ്സും ആവും. അപ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? 1s പ്ലേസിൽ 1 ബീഡ് ഉണ്ട്, 1000ൻ്റെ പ്ലേസിൽ 4ഉം ഉണ്ട്. 4001 എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന നമ്പർ. ആദ്യം നമ്മുടെ നമ്പർ 5000 ആയിരുന്നു, ഇപ്പോൾ നമ്മുടെ നമ്പർ 4001 എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബഗ്ഗി കാസ് നമ്പർ ഈസ് ഡിഫറൻസ് ഓഫ് ദി ഫസ്റ്റ് നമ്പർ ഇൻ ദി അബാക്കസ് ആൻഡ് ദി നമ്പർ ഇൻ ഇറ്റ് നൗ. ആദ്യത്തെ അബാക്കസിലുള്ള നമ്പറും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് കാണാൻ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ മതി. അതായത് 5000ൽ നിന്നും 4001 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 999 എന്നാണ് കിട്ടുന്നത്. ആൻസർ 999 ആണ്. നിങ്ങൾക്ക് ഇവിടെ അബാക്കസിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. 1സിൻ്റെ പ്ലേസിൽ എത്ര ബീഡ്സ് ആണുള്ളത്? എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 ആണ്. 10സിൻ്റെ പ്ലേസിലും 9 ഉണ്ട്, 100സിൻ്റെ പ്ലേസിലും 9 ഉണ്ട്, 1000ൻ്റെ പ്ലേസിലും 9 ഉണ്ട്, 10,000ൻ്റെ പ്ലേസിൽ 0 ആണ്. സോ ഇപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 9999 ആണ്. സോ വാട്ട് ഈസ് ദി നമ്പർ ഇൻ ദി അബാക്കസ് എന്നുള്ളത് 9999 എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതായത് 9999. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 ടു ഇറ്റ്? നമ്മൾ ഇതിലേക്ക് ഒന്നുകൂടി ചേർത്താൽ എത്രയാവും നമ്പർ? 9999ലേക്ക് 1 കൂട്ടിയാൽ 10,000 ആണല്ലേ നമുക്ക് കൂട്ടുമ്പോൾ കിട്ടുന്നത്. 10,000 എന്നാണ് നിങ്ങളവിടെ 10,000 എഴുതി കൊടുക്കുക. അടുത്തത് ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോ കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദി റേസ്. അങ്ങനെ മത്സരത്തിന് ശേഷം ടോമോ കാറിനെ വർക്ക്ഷോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് റിപ്പയറിംഗ് പരിപാടികളുണ്ട്. 3,500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദി ബാറ്ററി. ബാറ്ററി മാറ്റാൻ 3,500 രൂപയാണ്. 2,500 rupees ഫോർ എൻജിൻ വർക്ക്. എൻജിൻ വർക്കിനായത് 2,500 ആണ്. 4,000 rupees ഫോർ പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിനായത് 4,000 ആണ്. വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? ടോട്ടലായിട്ട് ആകെ മൊത്തം എത്ര രൂപയാണ് ചിലവായത്? ഇവിടെ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ മതിയല്ലോ. അതായത്
മൊത്തത്തിൽ ചിലവായത് കാണാൻ ഓരോന്നിനുള്ള എമൗണ്ടും തമ്മിൽ കൂട്ടുക. അതായത് 3500 പ്ലസ് 2500 പ്ലസ് 4000 എത്രയാണ്? ഈ ഒരു ബോക്സിൽ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിങ് ദിസ് പ്രോബ്ലം, ഈ ഒരു ചോദ്യം വായിച്ചിട്ട് എന്താണ് മനസ്സിലായത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് കാണാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ചിലവായിട്ടുള്ള എമൗണ്ട് കൂട്ടി നോക്കിയാൽ മതി. സോ ആഡ് 3500, 2500, 4000 ടു ഫൈൻഡ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. നമുക്കങ്ങനെ കൂട്ടുമ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് 10,000 ആണ്. താഴെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഓൺ എ ടൂർ, ടോട്ടോ കാർ ഈസ് ബീങ് റീഡൈഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ. ഓൾ 4 ടയേഴ്സ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. ടോട്ടോ കാർ ഒരു ഓൾ ഇന്ത്യ ടൂറിന് പോവുകയാണ്. അതിൻ്റെ എല്ലാ ടയറും മാറ്റണം. ദ പ്രൈസ് ഓഫ് 1 ടയർ ഈസ് 2500 റുപ്പീസ്. ഒരു ടയറിൻ്റെ വില എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ 4 ടയേഴ്സ്. എത്രയാണ് 4 ടയേഴ്സിനും ആകുന്ന പൈസ എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു ടയറിന് 2500 ആണ്. സോ 4 ടയർ ഉണ്ടാവും അല്ലേ? 4 ടയറിൻ്റെ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് 2500 ഇൻറ്റു 4 ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 പ്രാവശ്യം 2500 കൂട്ടി നോക്കിയാൽ മതി. ഞാനിവിടെ 2500 ഇൻറ്റു 4 ആണ് ചെയ്യുന്നത്. ഓക്കെ, 2500 ആണ് ഒരു ടയറിൻ്റെ എമൗണ്ട്. നമുക്ക് 4 ടയർ ഉണ്ട്. സോ 2500 ഇൻറ്റു 4, 0 ഇൻറ്റു 4 0 ആണ്, 0 ഇൻറ്റു 4 0 ആണ്, 5 ഇൻറ്റു 4 20 ആണ്, 0 എഴുതി 2 ബാലൻസ് ചെയ്ത് 2 ഇൻറ്റു 4 8 ആണ്, 8 പ്ലസ് 2 10,000 ആണ് എമൗണ്ട് വരുന്നത്. അടുത്തത് ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. ബോണി ഒരു ഇലക്ട്രിക് കാറാണ്, ഇലക്ട്രിക് വണ്ടിയാണ്. ദി എമൗണ്ട് പെയ്ഡ് ഫോർ റീചാർജ് ഡ്യൂറിങ് ഇറ്റ്സ് ഓൾ ഇന്ത്യ ടൂർ ആർ ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദി ടോട്ടൽ എമൗണ്ട്. ബോണി കാർ റീചാർജ് ചെയ്തിട്ടുള്ള എമൗണ്ട് താഴെ നൽകിയിട്ടുണ്ട്. ആദ്യം റീചാർജ് ചെയ്തിട്ടുള്ളത് 3500 രൂപയ്ക്കാണ്, രണ്ടാമത് 2000 റുപ്പീസിനാണ്, മൂന്നാമത് 3000 റുപ്പീസാണ്. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇത് മൂന്നും കൂട്ടിയാൽ മതി. ഇത് കൂട്ടാം. ആദ്യത്തേത് 3500 ആണ്, രണ്ടാമത് 2000 ആണ്, മൂന്നാമത് 3000 ആണ്. ഇത് തമ്മിൽ കൂട്ടാം. 3500 പ്ലസ് 2000 5500 ആണ്. 5500 പ്ലസ് 3000 8500 ആണ്. സോ ദി ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഫോർ റീചാർജ് ഈസ് 8500 റുപ്പീസ്. അടുത്തത് കണ്ടിന്യൂ ദി പാറ്റേൺ ആണ്. 500, 1000, 1500 എന്നിങ്ങനെയാണ് പോകുന്നത്. ഓരോന്നിൻ്റെയും ഡിഫറൻറ്റ് എത്രയാണ്? 500 ആണ് വരുന്നത്. അടുത്തത് എത്രയായിരിക്കും? 2000 ആയിരിക്കും, പിന്നെ 2500 ആയിരിക്കും, പിന്നെ 3000, 3500, 4000 എന്നിങ്ങനെയാണ് പോകുന്നത്. രണ്ടാമത്തത് 4000, 6000, 8000 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 2000 ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി 8000 കഴിഞ്ഞ് 2000 കൂട്ടിയാൽ എത്രയാണ്? 10,000 ആണ്. 10,000നോട് 2000 കൂട്ടിയാൽ 12,000. 12,000നോട് 2000 കൂട്ടിയാൽ 14,000. 14,000നോട് 2000 കൂട്ടുക 16,000 കിട്ടും. 16,000നോട് 2000 കൂട്ടുക 18,000 കിട്ടും. മൂന്നാമത്തത് 7,628, 7,728, 7,828 എന്നിങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത്. ഈ പാറ്റേണിൽ 28 അതേപോലെയുണ്ട്. 76, 77, 78 ആദ്യത്തെ 2 അക്കങ്ങൾ മാത്രമാണ് പോകുന്നത്. അടുത്തത് 78 കഴിഞ്ഞാൽ 79 ആയിരിക്കും 28 എഴുതുക. പിന്നെ 80 ആണ് 28 അതേപോലെ എഴുതുക. പിന്നെ 81 ആണ് 28 എഴുതുക. 82 ആണ് 28 എഴുതുക. 83 ആണ് 28 അതേപോലെ എഴുതുക. ഇനി അടുത്ത നാലാമത്തെ വണ്ണ് 2,222, 3,333, 4,444 എന്നിങ്ങനെയാണല്ലേ. ഒരേ നമ്പേഴ്സ് ഇങ്ങനെ 4 പ്രാവശ്യം ആവർത്തിച്ച് വരികയാണ്. അടുത്തത് 5 4 പ്രാവശ്യം വരും, പിന്നെ 6 4 പ്രാവശ്യം, 7, 8, 9 എന്നിങ്ങനെയാണ് ഈ പാറ്റേൺ തുടർന്ന് പോവുക. അടുത്തത് അഞ്ചാമത്തത് 9,400, 9,300, 9,200. ഇത് 100 കുറഞ്ഞു വരികയാണ്. ഓരോ നമ്പറിൽ നിന്നും 9,400ൽ നിന്ന് 100 കുറച്ചാലാണ് നിങ്ങൾക്ക് 9,300 കിട്ടുന്നത്. വീണ്ടും 100 കുറഞ്ഞാലാണ് 9,200 കിട്ടുന്നത്. അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളൊരു 100 കുറയ്ക്കുക. നിങ്ങൾക്ക് 9,100 കിട്ടും. പിന്നെ 9,000, 8,900, 8,800, 8,700. ഓരോ പ്രാവശ്യവും 100 കുറച്ച് നോക്കിയാൽ മതി. ഇനി അടുത്ത ആറാമത്തെ പേറ്റാണ് 3,021, 4,132, 5,243. നിങ്ങൾ ഓരോ നമ്പേഴ്സും ശ്രദ്ധിക്കുക. ഓരോന്നിലെയും ഓരോ അക്കങ്ങൾ കേട്ടോ. അതായത് ആദ്യം 3021 അല്ലേ.
3 എന്നുള്ളത് അടുത്തതിൽ പോയപ്പോൾ 4 ആയി, 0 എന്നുള്ളത് അടുത്തതിൽ 1 ആയി, 2 എന്നുള്ളത് 3 ആയി, 1 എന്നുള്ളത് 2 ആയി. ഇതേപോലെ ഇനി 4132നെ നമുക്ക് എങ്ങനെ മാറ്റാം? 4 എന്നുള്ളത് 5 ആവും, 1 എന്നുള്ളത് 2 ആവും, 3 എന്നുള്ളത് 4 എന്നാവും, 2 എന്നുള്ളത് 3 എന്നാവും. ഇതേപോലെ അടുത്ത നമ്പർ നമുക്ക് കണ്ടെത്താം. 5 എന്നാണ് തുടങ്ങിയിട്ടുള്ളത്, അത് 6 ആവും. അടുത്ത നമ്പർ 2 ആണ്, അത് 3 ആവും. 4 ആണ് അടുത്തത്, അത് 5 ആവും. 3 ആണ്, 4 ആവും. ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ തുടർന്ന് പോകുന്നത്. അത് കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് അവിടെ മൈ പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം. ഈ ഒരു പാറ്റേൺ നമുക്ക് തുടർന്ന് പോകാൻ കഴിയണം. സോ ഒരു 4 ഡിജിറ്റിൻ്റെ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 4 വ്യത്യസ്ത പാറ്റേൺ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഓരോ പാറ്റേണും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പ്രത്യേകതയുണ്ട്. നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത്. നമ്മളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് വരുന്നത്. നമുക്കിനി അത് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദി റേസ് ദി ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5000 to 5050 ടു ദി കാസ്. ഈ ഒരു മത്സരത്തിൽ കമ്മിറ്റി കാറിന് നൽകിയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 5000 മുതൽ 5050 വരെയാണ്. ഹൗ മെനി കാർസ് വേർ ഇൻ ദി റേസ്? അങ്ങനെയാണെങ്കിൽ എത്ര കാറുകളാണ് റേസിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് 5000 മുതൽ 5050, 5000 മുതൽ 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അത്രയും കാർസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ 5000 മുതൽ 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാൻ എന്താണ് ചെയ്യുക? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പാഠഭാഗത്ത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 1000 മുതൽ 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്. അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? 2 നമ്പേഴ്സ് തമ്മിൽ കുറച്ച് ഒന്ന് കൂട്ടുകയാണ് അല്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. 5050യിൽ നിന്നും 5000 കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടുക. ആൻസർ വരുന്നത് 51 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ഓൾ ദി ഡിജിറ്റ് 5407. 5407 ഉപയോഗിച്ച് 4 അക്ക സംഖ്യകൾ എഴുതാനാണ്. ഹൗ മെനി ക്യാൻ യു റൈറ്റ്? എത്ര എണ്ണം നിങ്ങൾക്ക് എഴുതാം? ഡ്രോ ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അബാക്കസ്. ഇതിലെ ഏറ്റവും വലിയ നമ്പർ അബാക്കസിൽ വരയ്ക്കൂ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ വേർഡ്സ്. ഈ നമ്പർ വേർഡ്സിൽ എഴുതുകയും ചെയ്യൂ. നമുക്ക് ആദ്യം ഓരോന്നായിട്ട് വെച്ച് തുടങ്ങുന്നത് എഴുതാം. ആദ്യം ചെറുതിൽ നിന്ന്. ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 0 ആണ്. പക്ഷേ 0 കൊണ്ട് തുടങ്ങുമോ നമ്പേഴ്സ്? ഇല്ല, 0 കൊണ്ട് തുടങ്ങുന്നത് എഴുതാൻ പറ്റില്ല. സോ 0 അവിടെ നിൽക്കട്ടെ. അടുത്തത് ചെറുത് ഏതാണ്? 4 ആണ്. 4 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് എഴുതുക. പിന്നെ 5 വെച്ചിട്ട് തുടങ്ങുന്നത് എഴുതുക. പിന്നെ 7 വെച്ചിട്ട്. സോ എഴുതി നോക്കാം. സോ ഈ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല, നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള നമ്പേഴ്സ് ഇതൊക്കെയാണ്. 18 ആണ്. ടോട്ടൽ നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ആൻസർ 18 എന്നാണ്. ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 7540 ആണ്. അത് വേർഡ്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 7540 എന്നാണ് എഴുതുക. ഇനി അബാക്കസിൽ വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. 7540 ആണല്ലേ? സോ 1000ൻ്റെ പ്ലേസിൽ 7 ബീഡ്സ് ഉണ്ടാവും. 100ൻ്റെ പ്ലേസിൽ 5 ബീഡ്സ് ഉണ്ടാവും. 10ൻ്റെ പ്ലേസിൽ 4 ബീഡ്സ് ഉണ്ടാവും. 1 പ്ലേസിൽ ബീഡ്സ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അബാക്കസിൽ നമ്മൾ 7540 വരച്ച് കൊടുക്കേണ്ടത്. ഇവിടെ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ താഴെ നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. 1000ൻ്റെ പ്ലേസിൽ 7 എണ്ണമാണ്, 100ൻ്റെ പ്ലേസിൽ 5 എണ്ണമാണ്, 10ൻ്റെ പ്ലേസിൽ 4 എണ്ണമാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവാതെ ബീഡ്സിൻ്റെ എണ്ണം കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 ടു 10,100 വിച്ച് ഹാവ് 0 ഇൻ ദി വൺസ് പ്ലേസിൽ. 9999 മുതൽ 10,100 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഏതൊക്കെയാണ് വൺസ് പ്ലേസിൽ 0 വരുന്നത്? ആ നമ്പേഴ്സ് ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി പാറ്റേൺസ് ബിലോ. താഴെ കൊടുത്തിട്ടുള്ള പാറ്റേൺ പൂർത്തിയാക്കാനാണ്. എ 10,150, 10,200, 10,250. ഇവിടെ 10 എന്നുള്ളത് അതേപോലെയുണ്ട്. മറ്റേതിലാണ് മാറ്റം. ആദ്യത്തേത് 150 ആണ്. പിന്നെ അതിനോട് 50 കൂട്ടി 200 ആയി. 200നോട് 50 കൂട്ടി 250 ആയി. അടുത്തത് 10 എഴുതുക, എന്നിട്ട് 300. പിന്നെ 10 എഴുതുക, 350. പിന്നെ 10 എഴുതുക, 400. ഇങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്. അടുത്തത് ബി 1500, 2600, 3700.
ഇവിടെ ഓരോ നമ്പേഴ്സും ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതായത് 1 ആയിരുന്നു, 1 എന്നുള്ളത് 2 എന്നായി, 3 എന്നായി, അടുത്തതിൽ 4 എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ 5, 6, 7, അടുത്തതിൽ 8 ആണ്. പിന്നെ 2 സീറോസ് ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ നമ്പർ 4800 എന്നാണ് വരുന്നത്. ഈ രീതിക്ക് നിങ്ങൾ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. അടുത്തത് സി 14,500, 15,250, അടുത്തത് 16,000. ഇവിടെ 750 ആണ് ഡിഫറൻസ് വരുന്നത്. ഓരോ നമ്പറുടെയും ഇടയിൽ 750 കൂട്ടി നോക്കിയാൽ മതി അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ 3 പാറ്റേൺസും നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന്. എ നമ്പർ ബിറ്റ്വീൻ 4000 ആൻഡ് 5000. 4000ൻ്റെയും 5000ൻ്റെയും ഇടയിലാണ് ഞാൻ. ദ നമ്പർ ഇൻ ദി വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദി നമ്പർ ഇൻ ദി 1000 പ്ലേസ്. 1000ൻ്റെ പ്ലേസിലുള്ള നമ്പറിൻ്റെ ഡബിളാണ് വൺസിൻ്റെ പ്ലേസുള്ള ആള്. ദ നമ്പർ ഇൻ ദി 10th പ്ലേസ് ഈസ് ദ ഹാഫ് ഓഫ് ദി നമ്പർ ഇൻ ദി 1000 പ്ലേസ്. 1000 പ്ലേസിലുള്ള നമ്പറിൻ്റെ പകുതിയാണ് 10th പ്ലേസിലുള്ള ആള്. ദ സം ഓഫ് ദി ഡിജിറ്റ് ഈസ് 19. ഈ എല്ലാ ഡിജിറ്റും തമ്മിൽ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടേണ്ടത് 19 ആണ്. ആൻസർ വരുന്നത് 4528 ആണ്. നോക്കിക്കേ, 4000ൻ്റെയും 5000ൻ്റെയും ഇടയിലല്ലേ ഈ നമ്പർ. വൺസ് പ്ലേസ് ഉള്ളത് 8 ആണ്. ഇത് 1000 പ്ലേസിലുള്ളതിൻ്റെ ഡബിളാണെന്ന് നൽകിയിട്ടുണ്ട്. 1000 പ്ലേസിൽ 4 ആണ്, ഇതിന് ഡബിളാണ് 8. അടുത്തത് 10th പ്ലേസ് ഉള്ളത് 1000 പ്ലേസിൻ്റെ ഹാഫ് ആണെന്ന് നൽകിയിട്ടുണ്ട്. അതായത് 4ൻ്റെ ഹാഫ് ആണ്, 2 ആണ് 10th പ്ലേസ് ഉള്ളത്. ഇതിൻ്റെ സമ്മ് അതായത് 4 + 5 + 2 + 8 19 ആണല്ലോ. സോ നമ്മുടെ ആൻസർ 4528 ആണ്. അടുത്തത് 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 9999. ഇഫ് വി സബ്സ്ട്രാക്ട് 1000 again and again, what would be the 8th number? 9999നോട് നമ്മൾ ഓരോ പ്രാവശ്യം 1000 ഇങ്ങനെ കുറച്ച് നോക്കിയാൽ 8ാമത്തെ പ്രാവശ്യമുള്ള നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പ്രാവശ്യം 1000 കുറയ്ക്കണം? 7 പ്രാവശ്യം കുറയ്ക്കണം, എങ്കിൽ നമുക്ക് 8ാമത്തെ നമ്പർ കിട്ടും. 9999 7 പ്രാവശ്യം 1000 എന്നുള്ളത് 7000 അല്ലേ. 9999നോട് 7000 കുറച്ചാൽ 2999 ആണ് കിട്ടുന്നത്. ഇഫ് വി സബ്സ്ട്രാക്ട് 100 ഇൻസ്റ്റെഡ്, വാട്ട് വുഡ് ബി ദി 5th നമ്പർ? അങ്ങനെയാണെങ്കിൽ 100 ആണെങ്കിലോ കുറയ്ക്കുന്നത് 5th നമ്പർ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ 4 പ്രാവശ്യം 100 കുറയ്ക്കുക, അതായത് 400, 400 കുറയ്ക്കുക. 9999 മൈനസ് 400, ആൻസർ 9599 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എമംഗ് ദി നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 ആൻഡ് 1100 ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? 1000 മുതൽ 1100 വരെയുള്ള നമ്പറിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് 0ൽ അവസാനിക്കുന്നത്? ഇതൊക്കെയാണ് 0ൽ അവസാനിക്കുന്ന നമ്പേഴ്സ്. ആൻസർ വരുന്നത് 11 ആണ്. 11 എണ്ണമാണ് 0ൽ അവസാനിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് വി റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50 ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? നമ്മൾ 1 മുതൽ 50 വരെ എഴുതുകയാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം 2 എന്ന് എഴുതും എന്നാണ് ചോദിച്ചത്. 15 പ്രാവശ്യമാണ് 2 വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് വി റൈറ്റ് അപ് ടു 100? 100 വരെ എഴുതുകയാണെങ്കിലോ 20 ടൈംസ് ആണ്. അടുത്തത്, ഇഫ് വി കൗണ്ട് ദി 3 ഇൻസ്റ്റെഡ് ഓഫ് 2s വുഡ് ദി നമ്പർ ബി ദി സെയിം? നമ്മൾ ഇതിന് പകരം 2 ആണ് എടുക്കുന്നതെങ്കിൽ സെയിം തന്നെ ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്നാണ് നമ്മുടെ ഉത്തരം. 2ൻ്റെ പകരം 3 എഴുതുകയാണെങ്കിലും ഈ എണ്ണത്തിൻ്റെ കാര്യത്തിൽ സെയിം തന്നെ ആയിരിക്കും. 1 മുതൽ 50 വരെ 15 എണ്ണവും, 100 വരെ ആണെങ്കിൽ 20 എണ്ണവുമാണ് 3ൻ്റെ എണ്ണവും വരുന്നത്. സോ ആൻസർ യെസ് എന്നാണ്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇവിടെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.